ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഫെയർൻ വേ എന്നുള്ള ജർമ്മൻ ഭാഷയിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഫെയർൻ എന്ന് പറഞ്ഞാൽ ദൂരെ, വേ എന്ന് പറഞ്ഞാൽ വേദന. ഈ ഒരു വാക്ക് മനസ്സിലാവുന്നതിനായിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് അർത്ഥമുള്ള നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഹോം സിക്നെസ് അഥവാ ഹൈം വേ എന്നുള്ള വാക്ക് ആദ്യം പരിചയപ്പെടാം. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ദൂരെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് വേണ്ടിയോ മറ്റേതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ നമുക്ക് ആ പുതിയ സാഹചര്യങ്ങളായിട്ട്, അതായത് ഭാഷ, കാലാവസ്ഥ, പുതിയ ആളുകൾ, പുതിയ ജോലി, ഇതിനോടെല്ലാം പൊരുത്തപ്പെട്ടു പോകാനായിട്ട് ആദ്യം നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കൊരു അസ്വസ്ഥത. അപ്പോൾ നമുക്ക് അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മ, നമുക്ക് പരിചയമുള്ള ഭക്ഷണം, സംസ്കാരം, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ, ഇതിനെ പറ്റിയൊക്കെ നമുക്ക് ഓർക്കുമ്പോൾ ഒരു നൊമ്പരം അല്ലെങ്കിൽ ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്സ് അത് നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ പുതിയ സ്ഥലമായിട്ട് പരിചയപ്പെടുന്നത് വരെ നമ്മുടെ ഹോം സിക്നെസ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഹോം സിക്നെസ് പതുക്കെ 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 ഇല്ലാതായി വരും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഫെയർൻ വേ എന്നുള്ള വാക്ക്. അതായത് നമ്മൾ എന്നും ചെയ്യുന്ന ജോലി, എപ്പോഴും കാണുന്ന ആളുകൾ, എപ്പോഴും നമുക്ക് പരിചയമുള്ള ഭക്ഷണം, ജീവിത രീതികൾ, ഈ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് ദൂരെ എവിടെയെങ്കിലും നമ്മുടെ സങ്കല്പത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം അല്ലെങ്കിൽ നല്ല ഇഷ്ടമുള്ള കൾച്ചേഴ്സ് പരിചയപ്പെടാനായിട്ട്, ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അങ്ങനെ നമുക്ക് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് ദൂരെ എവിടെയെങ്കിലും ഒളിച്ചോടി ഒത്തിരി ദൂരേക്ക് എവിടെയെങ്കിലും പോകാനും പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയുള്ള മനസ്സിൻ്റെ അദമ്യമായ ആഗ്രഹമാണ് ഫെയർൻ വേ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ നല്ല ചൂടുള്ള സ്ഥലത്ത് താമസിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് തോന്നും, നല്ല മഞ്ഞ് കിടക്കുന്ന മലയിൽ എവിടെയെങ്കിലും പോകണം, നല്ല രസമായിരിക്കും എന്നൊക്കെ നമുക്ക് തോന്നും. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഭയങ്കര മടുപ്പ് തോന്നുകയാണ്. അപ്പോൾ ഇതിനെയാണ് പറയുന്നത് ഫെയർൻ വേ. ജർമ്മനിയിൽ സാധാരണയായിട്ട് ടൂറിസത്തിൻ്റെ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് വെക്കേഷന് പോകാനായിട്ട് പരസ്യം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫെയർൻ വേ എന്നുള്ള വാക്കാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. താങ്ക് യു.